ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗീത ദാസേട്ടനെയും കൂട്ടി പോവാൻ റെഡിയായി ഹാളിലെത്തുമ്പോഴേക്കും സുജാത അവിടെ കസേരയിൽ പത്രം വായിച്ചുകൊണ്ടിരിപ്പാ. അവരടുത്തേക്ക് എത്തുമ്പോഴേക്കും ഇവന്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴത്തേയുള്ളൂ എന്ന് പത്രത്തിൽ നോക്കിക്കൊണ്ട് സുജാത ഉറക്കി വായിക്കുകയാ. എന്താ അമ്മേ എന്ന് ഗീത ചോദിക്കേ. അല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളേ ഭഗവാന്റെ മുതല് കട്ടെടുക്കാന്ന് വെച്ചാ പിന്നെ എന്താ പറയാ എന്നമ്മ ചോദിക്കേ. അവിടെ അവര് അമ്മയല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോടി എന്ന് ദാസേട്ടനും ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് ഗീത പറയേ. നീ കാര്യം പറയടി എന്ന് ദാസേട്ടനും. അതുകൾക്ക് ഗീതയും അമ്മയോടായി, അമ്മേ ഞങ്ങളിപ്പോ പോവാ, പക്ഷേ മടങ്ങി വരും. ബന്ധുക്കളുടെയും മെമ്പർമാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഒരു തീരുമാനം വേണം എന്നവൾ പറയേ. തീരുമാനോ? എന്ത് തീരുമാനമെന്ന് അമ്മയും. ഇവിടുത്തെ സ്വത്തിന്റെ കാര്യത്തിൽ എന്ന് ഗീത പറയേ. സുജാതയും ദേഷ്യത്തോടെ അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട്, ഇവിടുത്തെ സ്വത്തിന്റെ കാര്യത്തിൽ കെട്ടിച്ചു വിട്ട നിനക്കെന്താടി കാര്യം? ന്യായമായ സ്ത്രീധനം തന്നിട്ട് തന്നെയാ നിന്നെ ഇവിടുന്ന് കെട്ടിച്ചു വിട്ടത്. ഷെയറിന്റെ കാര്യവും പറഞ്ഞോണ്ട് വന്നാ ഞാൻ ആ കണക്കെടുത്തങ്ങിടും. തിരിച്ചിങ്ങോട്ട് വെക്കേണ്ടി വരും നീ കാശ്. പിന്നെ ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് ബന്ധുക്കളും മെമ്പറും ഒന്നുമല്ല. അങ്ങനെ നീ അവരെയും കൂട്ടിക്കൊണ്ട് വന്നാ വിനീതിന് എനിക്ക് വിളിക്കേണ്ടി വരും എന്നമ്മ പറയേ. ഭീഷണിയാണോന്ന് ചോദിക്കടി, എന്നിട്ട് വേണം അടുത്ത വഴി നോക്കാനെന്ന് ദാസേട്ടനും. അതുകൾക്ക് ഗീതയും ഭീഷണിയാണോന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്ന് ചോദിക്കേ. അതെ, ഭീഷണി തന്നെയാ എന്ന് സുജാതയും തീർത്തു പറയുകയാ. എന്ന് കൊച്ചിനെ വിളിച്ചോടി പോയേക്കാമെന്ന് ദാസേട്ടൻ പറയേ. പൊന്നുവിനെ വിളിച്ച് നടന്നു നീങ്ങുന്ന കാളിദാസിന്റെ കൂടെ ഗീത പോവുകയാ. പൊന്നു വീണ്ടും അമ്മമ്മയുടെ അരികിലേക്ക് തിരികെ വന്ന് അമ്മാമ്മയെന്ന് വിളിച്ച് അമ്മാമ്മയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയാ. അമ്മാമ്മയും അവൾക്ക് ഉമ്മ കൊടുക്കുമ്പോഴേക്കും ഗീത അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പൊന്നുവിനെ പിടിച്ചു വലിക്കുകയാ. അമ്മാമ്മ എന്ന് പറഞ്ഞ് പൊന്നു കരയാൻ തുടങ്ങുമ്പോഴേക്കും കൊച്ചിനെ കരയിപ്പിക്കാതിടി എന്ന് സുജാതയും. മിണ്ടി പോകരുത്, എന്റെ കൊച്ചല്ലേ, ഞാൻ കരയിപ്പിച്ചെന്നും പട്ടിണി കിട്ടെന്നും ഒക്കെ വരും. അത് ചോദിക്കാൻ നിങ്ങളാരാ? സ്ത്രീധനം തന്ന് പടിയിറക്കി വിട്ടപ്പോ ബന്ധമൊക്കെ തീർന്നതല്ലേ എന്ന് ചോദിച്ചവൾ പൊന്നുവിനെയും പിടിച്ചു വലിച്ചു പോകെ. അങ്ങോട്ട് വന്ന ഗംഗയും അതും കേട്ട് നിൽപ്പായിരുന്നു. അവർ പടിയിറങ്ങി കാറിൽ കയറുമ്പോഴേക്കും ഗംഗയും അമ്മായിയുടെ അരികിലേക്ക് വന്ന്, അമ്മായിക്ക് സങ്കടായോ എന്ന് ചോദിക്കേ. അവൾ ആ കുഞ്ഞിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടോ? പുറമെ ഇങ്ങനെയൊക്കെ കാണിക്കുമെങ്കിലും ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് പെൺമക്കളെ. അങ്ങനെ അവൾ എന്ത് ചെയ്താലും കണ്ണടച്ചു കൊടുത്തിട്ടാ ഞാനും എന്റെ മോളും ഈ അവസ്ഥയിലായത്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നമുക്ക് കഴിക്കാം, നീ പോയി വിനീതിനെ വിളിച്ചോണ്ട് വാ എന്ന അമ്മായി പറയേ. ഗംഗ അത് സമ്മതിച്ച് വിനീതിനെ വിളിക്കാനായി പോവുകയാ. അപ്പോഴേക്കും ദാസും ഗീതയും ആ ടാക്സിയിൽ കയറി പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് അമ്മയുമൊത്ത് സദ്യ കഴിക്കുക വിനീതും ഗംഗയും. കഴിക്കുന്നതിനിടയിൽ വിനീതിനെ മോരെടുത്തു കൊടുക്കാനായി ഗംഗയോട് പറയുന്നുണ്ട് അമ്മായി. അതുകൾക്ക് ഗംഗയും വിനീതിനോടായി, മോരൊഴിക്കാമോ, ഛർദിക്കൂ എന്ന് കളിയാക്കി ചോദിക്കേ. എന്നെ വെറുതെ പഴി ചാരല്ലേ ഗംഗെ, ഞാൻ അതിന് കുടിച്ചില്ല, കുടിക്കുമ്പോൾ അഭിനയിച്ച് കമഴ്ത്തി കളഞ്ഞതേയുള്ളൂ എന്ന് വിനീതും. അവന് മോരൊഴിച്ചു കൊടുത്തോണ്ട് ഗംഗയും, കഴിക്കാത്തത് നന്നായി, ഇപ്പൊ തന്നെ പിടിച്ചാ കിട്ടാത്ത അവസ്ഥയായിരുന്നു, ഒരൽപ്പം കൈപ്പിഴ സംഭവിച്ച ആളിന്റെ കാറ്റ് പോവില്ലേ എന്ന് ഗംഗ പറയെ. വിനീതും പറയുന്നുണ്ട്, സംഭവം എന്റെ കയ്യിൽ നിന്ന് പോയതാ, അവന് സ്ഥലം എഴുതി കൊടുത്തില്ലെങ്കിൽ അമ്മയെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞപ്പോ അത് കേൾക്കെ സുജാതയും പറയുന്നുണ്ട്, അവൻ അത് ചെയ്യും മോനെ, സ്വത്തിനു വേണ്ടി കൊല്ലാനും ചാവാനും മടിയില്ലാത്തൊരു മൃഗമാവൻ. അവന്റെ കൂടെ കൂടി എന്റെ മോളും ഇപ്പോ അതുപോലെ തന്നെയായി എന്നമ്മായി പറയുന്നത് കേൾക്കെ. വിനീതേട്ടൻ ഇവിടെയുള്ളപ്പോ അമ്മായി എന്തിനാ വിഷമിക്കുന്നത്? ദേ, വിനീതേട്ടൻ കുടിച്ചിട്ട് ശരിക്കുമുള്ളൊരു പെർഫോമൻസ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ എന്നവൾ ചോദിക്കേ. വിനീതും, ഈ ഗംഗയുടെ ഒരു കാര്യം ചുമ്മാ എന്ന് അമ്മയോടായി പറയേ. നീ തയ്യൽ കടയിൽ വെച്ച് കുടിച്ചിട്ട് തലയിൽ കുപ്പിയും വെച്ച് ഡാൻസ് കളിച്ചോടാ എന്ന് അമ്മ ചോദിക്കേ. കണ്ടോ, വീട്ടിലിരുന്ന അമ്മ വരെ അറിഞ്ഞു എന്ന് ഗംഗയും പറയുന്നുണ്ട്. അതൊരു അബദ്ധം പറ്റിയതാണമ്മേ എന്ന് വിനീത് ചമ്മലോടെ പറയേ. ഒന്നല്ലമ്മേ, ആ ദിവസം എത്ര അബദ്ധം പറ്റിയെന്നറിയോ എന്ന് ചോദിച്ച് ഗംഗ വിനീതിന് അന്ന് പറ്റിയ അബദ്ധങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. എല്ലാം കേട്ട് സുജാതയും പൊട്ടിച്ചിരിക്കെ, അമ്മേ, കല്യാണത്തിന്റെ പാർട്ടിയായിരുന്നു, നിവിൻ ഒഴിച്ചു വെച്ച ഗ്ലാസ്സിൽ നിന്ന് അറിയാതെ ഞാൻ എടുത്തു കുടിച്ചതാ എന്ന് വിനീതും പറയുന്നുണ്ട്. അതും ഒരു ഗ്ലാസ് മദ്യമാണമേ, മദ്യം എന്ന് ഗംഗയും കൂടി പറയേ. എന്തായാലും ഈ ജന്മം ഇനിയില്ല, അത് ഞാൻ നിളക്കുട്ടിയുടെ തലയിലടിച്ച് സത്യം ചെയ്തതാ എന്ന് വിനീതും തീർത്തു പറയുന്നുണ്ട്. കഴിക്കുന്നതിനിടയിൽ അവൻ ഗംഗയോടായി, നിളമോൾക്കെ പനിക്കുള്ള മരുന്ന് വാങ്ങിക്കണം, തിരിച്ചു പോകുമ്പോൾ ഓർമ്മിപ്പിക്കണേ എന്ന് പറയേ. അത് ശ്രദ്ധിച്ച് സുജാതയും, അല്ല എങ്ങോട്ട് പോകുന്ന കാര്യമായെന്ന് ചോദിക്കുക. തിരിച്ചു വീട്ടിൽ പോണ്ടേ അമ്മേ എന്ന് വിനീത് ചോദിക്കേ. വീടോ? അപ്പോ ഇതെന്താടാ എന്നമ്മ ചോദിക്കേ. ഏതവസ്ഥയിലും തല ചായ്ക്കാൻ ചെന്നു കയറാവുന്ന ഒരിടമാണ് വീട്. ഇതാണ് വീടെന്ന് ഒരിക്കൽ ഞാൻ വിശ്വസിച്ചിരുന്നു. ഇടയ്ക്കെപ്പോഴോ ആ വിശ്വാസം പോയമ്മേ. ആ വിശ്വാസം കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഗംഗയെ കല്യാണം കഴിച്ചതിന് ശേഷവും ഇയാളെയും കൂട്ടി തെരുവിൽ കിടന്നുറങ്ങേണ്ടി വന്നേനെ. അന്ന് അഭയം തന്ന കുറെ ആൾക്കാരുണ്ട്, അവരവിടെയാണ് അമ്മേ താമസിക്കുന്നത്. അതാണ് എന്റെ വീടിപ്പോ, അവരെ ഒറ്റയ്ക്കാക്കാൻ വയ്യമ്മേ എന്ന് വിനീത് പറയുന്നത് കേൾക്കെ സുജാതയും ആകെ ടെൻഷനോടെ ഇരിപ്പാ. അത് ശ്രദ്ധിക്കുന്ന ഗംഗയും, അമ്മായി കഴിക്കെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് സുജാതയും ഇല മടക്കിയെടുത്ത് എഴുന്നേറ്റ് അവിടുന്ന് പോവുകയാ. ഗംഗയും ആകെ ടെൻഷനോടെ വിനീതിനോടായി, വിനീതേട്ടാ, അമ്മായി ഒന്നും കഴിക്കാതെയാ പോയത്
എന്ന് പറയേ ഗംഗെ ആ മാമ്പഴ പുളിശ്ശേരി ഇങ്ങെടുത്തേ എന്ന് വിനീതും. അവൾ മാമ്പഴ പുളിശ്ശേരി ഒഴിച്ചു കൊടുക്കെ അവൻ അതൊരു ടെൻഷനും കൂടാതെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ സ്നേഹതീരത്തെ ഡൈനിങ് ഹാളിൽ ഉണങ്ങിയ തുണികളെല്ലാം മടക്കി വെക്കുകയാണ് അച്ചമ്മ. അരികെ തന്നെ സോഫയിൽ കാവേരിയും ശിവരാജനെ കാണാൻ പോയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തിരിക്കുക. അപ്പോഴാണ് നീള അങ്ങോട്ട് ഓടി വന്ന് അവളുടെ കൂടെ സോഫയിലേക്ക് കയറി ഇരിക്കുമ്പോഴേക്കും ആലോചനയിൽ നിന്നുണർന്ന കാവേരിയും ദേഷ്യത്തോടെ എന്താടി എസത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അച്ചമ്മയും എന്താടി കൊച്ചിനെ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് എന്ന് കാവേരിയോടായി ചോദിക്കേ കാവേരിയും ഇവൾക്ക് ഇത്തിരി മര്യാദയ്ക്ക് നടന്നൂടെ അച്ചമ്മേ, ഇങ്ങനെയാണോ വീട്ടിനകത്ത് നടക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൾ വന്ന് നിന്റെ ദേഹത്തെ ഇടിക്കുകയൊന്നും ചെയ്തില്ലല്ലോ, മോൾ എന്തിനാ ചേച്ചിയുടെ അടുത്തേക്ക് ഓടി വന്നതെന്ന് അച്ചമ്മ നിളയോടായി ചോദിക്കുന്നുണ്ട്. അവൾ തന്റെ കയ്യിലെ ബുക്ക് തുറന്നത് ഇതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയേ പറഞ്ഞു തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, യമുനയില്ലേ ഇവിടെ എന്ന് കാവേരി ചോദിക്കുമ്പോഴേക്കും യമുനയും അങ്ങോട്ട് വന്ന് ഞാൻ ഇവിടെ ഉണ്ട്, എനിക്ക് കുറച്ച് പഠിക്കാനുള്ളത് കൊണ്ടാ ഇവളെ ചേച്ചിയുടെ അടുത്തോട്ട് വിട്ടത് എന്ന് പറഞ്ഞ് യമുന അങ്ങോട്ട് വരുമ്പോഴേക്കും എന്നാ ഞാനും ചുമ്മാതിരിക്കൊന്നും അല്ല, പല കാര്യങ്ങളും ആലോചിക്കാനും ചെയ്യാനുമുണ്ടെന്ന് കാവേരിയും. സുല്ല് ഞാൻ വിട്ടു, എന്താ കാവേരി ചേച്ചിക്ക് എന്നോട് ഇത്ര ദേഷ്യം, നീ ഇങ്ങ് തന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നിളയുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങി യമുനയും സോഫയിലേക്ക് ഇരുന്നത് നോക്കുകയാ. അപ്പോഴേക്കും അച്ചമ്മയും കാവേരിയെ കുറിച്ച് കുറെ നേരമായി എല്ലാവരോടും ദേഷ്യമാ, ഞാനും അത് ശ്രദ്ധിച്ചു എന്ന് പറയേ കാവേരിയും ദേഷ്യത്തോടെ ഈ അച്ചമ്മയ്ക്ക് എന്താ സമാധാനമായിട്ട് ഒരിടത്ത് ഇരിക്കാനും സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുക. ഇരുന്നോ അതിനെന്തിനാ എന്നോട് ചാടിക്കെടുക്കാൻ വരുന്നത് എന്ന് അച്ചമ്മ ചോദിക്കുമ്പോഴേക്കും അവിടുത്തെ ബഹളം കേട്ട് ശാരദയും അങ്ങോട്ട് വന്ന് എന്താടി ഇവിടെ ഒരു ബഹളം, അടുക്കളയിൽ പോലും നിൽക്കാൻ പറ്റണില്ലല്ലോ എന്ന് ചോദിച്ച് ശാരദയും അങ്ങോട്ട് വരികയാ. യമുനയും അമ്മയോടായി ഒന്നുമില്ലമ്മ, കാവേരി ചേച്ചി എവിടെയോ പോയിട്ട് വന്നു, പിന്നെ മുന്നിൽ കാണുന്നവരോടെല്ലാം ദേഷ്യമാ എന്നവൾ പറയേ എന്താടി കാര്യമെന്ന് ശാരദയും ചോദിക്കുക. അത് കേൾക്കെ കാവേരിയും എന്നാ കേട്ടോ കാര്യം എന്താണെന്ന്, അമ്മയ്ക്ക് മുമ്പേ ഒരു ഏട്ടനുണ്ടായിരുന്നല്ലോ, ഏത് കാര്യത്തിനും ഉപദേശവും സഹായവും നൽകാൻ വന്നോണ്ടിരുന്ന പരോപകാരി എന്ന് കാവേരി ചോദിക്കേ ഓ ജയപാലോ എന്ന് അച്ചമ്മയും. ആ അച്ചമ്മയുടെ ഉണ്ണിക്കണ്ണം കൂടിയാ, അയാളുടെ കാര്യം ആലോചിച്ചതാ, അപ്പോ കാലിന്റെ പെരുവരിന്ന് ഒരു പെരുപ്പും ദേഷ്യവും ഒക്കെ കൂടി ഇഴഞ്ഞു കയറി വരുന്നുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് കാവേരിയും. എല്ലാം കേട്ട് യമുനയും ആ ഇപ്പൊ പിടികിട്ടി, ചേച്ചി പോകുന്ന വഴി ജയപാലിനെ എവിടെയോ വെച്ച് കണ്ടു, അതാണ് ഈ ദേഷ്യമെന്ന് അവൾ അമ്മയോടായി പറയുക. അത് കേട്ട് കാവേരിയും ഞാൻ അയാളുടെ ആ വൃത്തികെട്ട മുഖമൊന്നും കണ്ടിട്ടില്ല, അല്ലാതെ ഓർത്താൽ തന്നെ ഒരുപാടുണ്ടല്ലോ സമനില തെറ്റാൻ, അയാൾക്ക് വേണ്ടി അയാളുടെ മുന്നിൽ വെച്ച് അമ്മ എന്റെ കരണം തടിക്കുക പോലും ചെയ്തിട്ടുണ്ട്, അന്ന് ഞാൻ പറഞ്ഞു ആ ചെന്നായുടെ മുഖം ഒരിക്കൽ വെളിവാകുമെന്ന്, ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായല്ലോ അച്ഛനെ ഏതൊക്കെ രീതിയിലാ അയാൾ പറ്റിച്ചത് എന്ന് കാവേരി പറയേ. അല്ല ഇപ്പോ പുതിയതായിട്ട് എന്താണ് എന്ന് ശാരദയും ചോദിക്കുക. ഭാഗ്യമുണ്ടെങ്കിലേ ഞാൻ അത് അമ്മയ്ക്ക് നേരിട്ട് തന്നെ കാണിച്ചു തരാം എന്ന് കാവേരി പറയേ. ചതിയനവൻ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ അവന് കൂലി കൊടുത്തോളും എന്ന് ശപിക്കുന്നത് കേൾക്കെ കാവേരിയും ദൈവത്തിനെ വെറുതെ വിട്ടേ കച്ചമ്മേ, ഇത് കലിയുഗ, അസുര ജന്മങ്ങൾക്കെതിരെ പകരം വീട്ടാൻ ദൈവിക അവതാരങ്ങളൊന്നും ഉണ്ടാവില്ല, അരവിന്ദനെയാണ് വഞ്ചിച്ചതെങ്കിൽ കാവേരി തന്നെ പകരം ചോദിക്കും എന്ന് കാവേരിയും ഉറപ്പിച്ചു പറയുകയാ. അവിടെ ഗംഗയും വിനീതും യാത്ര പറഞ്ഞിറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവർ സിറ്റൗട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നേരം ടെൻഷനോടെ അമ്മായി ഹാളിൽ തന്നെ നിൽക്കുന്നത് കണ്ട് നടന്നു നീങ്ങുന്ന വിനീതിനെ വിളിച്ചു നിർത്തി വിനീതേട്ടാ അമ്മ എന്ന് പറഞ്ഞ് ഗംഗ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിനീതും അമ്മയുടെ അരികിലേക്ക് ചെന്ന് അമ്മയുടെ താടി പിടിച്ചുയർത്തി എന്താ എന്റെ അമ്മക്കുട്ടിക്ക്, അയ്യെ കരയുന്നോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് എന്താ അമ്മ ഇത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഗംഗയും ഒരു സൈഡിൽ അമ്മയെ ചേർത്ത് പിടിച്ച് കരയാതമ്മായി, ഞങ്ങൾ എങ്ങോട്ട് പോവാനാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇനി അമ്മായിക്ക് അത്ര വിഷമമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം, അമ്മയെയും അനിയത്തിമാരെയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്ന് ഗംഗ പറയേ. സുജാതയും വേണ്ട മോളെ, വിനീത് പറഞ്ഞതനുസരിക്ക്, എന്റെ മകൻ നന്ദികേട് കാണിക്കാൻ പാടില്ല, പോരെങ്കിൽ അവനെ ഇപ്പോ ആ വീട്ടിലാണ് ആവശ്യം, അമ്മായിക്ക് ഒറ്റയ്ക്കൊക്കെ ജീവിച്ച് നല്ല പരിചയമാ, വല്ലപ്പോഴും വരണം, വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു വരണം, എനിക്കിവിടെ ഒരു വീടുണ്ടെന്നും അതിനുള്ളിൽ ഒരമ്മ കാത്തിരിപ്പുണ്ടെന്നും വിചാരിച്ചാ മതി, എന്നാലും എന്റെ പൊന്നുമോള് ഇവിടെ നിൽക്കാന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ, നിന്നോട് ഞാൻ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ അവളുടെ താലി കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ഈ താലി വലിച്ചു പൊട്ടിക്കാൻ വരെ നോക്കിയില്ലേ എന്ന് കരച്ചിലോടെ സുജാത ചോദിക്കുക. ഗംഗയും അമ്മായിയോടായി എന്റെ ജീവിതത്തിൽ അമ്മ എനിക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട്, വിശന്ന് കരഞ്ഞപ്പോ ഭക്ഷണം വാരി തന്നിട്ടുണ്ട്, ഓടി വീഴുമ്പോ തോളത്തെടുത്ത് ആശ്വസിപ്പിച്ച് മരുന്ന് വെച്ച് തന്നിട്ടുണ്ട്, പനി പിടിച്ചു കിടന്നപ്പോ ഉറക്കമിളച്ച് കാവലിരുന്നിട്ടുണ്ട്, ചെറിയ കുശുമ്പിന്റെയും കുന്നായ്മയുടെയും ഒക്കെ പ്രവൃത്തികള് ഒരു തട്ടിൽ വെച്ചാലും നന്മ നിറഞ്ഞ പ്രവൃത്തികളുടെ തട്ട് താണു തന്നെ ഇരിക്കും എന്ന് പറഞ്ഞവൾ അമ്മായിയുടെ കണ്ണുനീര് തുടക്കിയ വിനീതും അമ്മയോടായി അമ്മ ഒരു പാവ, അത് അമ്മയോട് അടുത്തിടപഴകുന്നവർക്കറിയാം, പക്ഷെ ലോകത്തെല്ലാരും അമ്മയോട് ശത്രുത പുലർത്തി വെക്കുന്നെന്നാ അമ്മ കരുതുന്നത്, പക്ഷേ അമ്മയുടെ ശത്രു പുറത്തുള്ളവരല്ല, അമ്മയുടെ ശത്രു അമ്മയുടെ നാക്ക് തന്നെയാ, അമ്മയുടെ ഉള്ളിൽ ഒന്നുമില്ല, പറയാനുള്ളത് എവിടെയും എടുത്തടിച്ച പോലെ പറയും, പക്ഷേ കൈവിട്ടു പോകുന്ന ആ കല്ലുകൊണ്ട് പിന്നീട് മുറിവേൽക്കുന്നതും അതുകൊണ്ട് സങ്കടപ്പെടുന്നതും അമ്മയുടെ മനസ്സു തന്നെയാ,
അതിനുദാഹരണമാ അരവിന്ദൻ അമ്മാവനെ അമ്മ ശപിച്ചത്. നിന്നെ നോക്കി ഈ പുഷ്പവാടി മുഴുവൻ കരണമെന്ന് അമ്മ ശപിച്ചപ്പോഴും അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടോ അരവിന്ദൻ അമ്മാവന്റെ മരണം എന്ന് വിനീത് ചോദിക്കേ സുജാതയും പൊട്ടിക്കരയുകയാ. വിനീത് വീണ്ടും പറയുകയാ, ഇല്ലെന്നുള്ളതാ സത്യം. പക്ഷേ ആ ശാപം സത്യമായപ്പോ അമ്മ അതൊരു കിരീടമാക്കി തലയിലേക്ക് അണിഞ്ഞു. വാസ്തവത്തില് അമ്മയുടെ ഉള്ളിലെ കുറ്റബോധമായിരുന്നു ആ കിരീടം. ന്യായീകരിക്കാൻ വേണ്ടി അമ്മ നടത്തിയ കാട്ടിക്കൂട്ടലുകളായിരുന്നു കല്യാണ ദിവസം എന്നെ പൂട്ടിയിട്ടതും കല്യാണം കഴിഞ്ഞ് ഗംഗയെ ശപിച്ചതും എല്ലാം എന്നവൻ പറയെ സുജാത വീണ്ടും സങ്കടത്തോടെ പൊട്ടിക്കരയുകയാ. വിനീതും അമ്മയെ തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തി. പക്ഷേ അമ്മ ആഗ്രഹിച്ചാലും അമ്മയ്ക്ക് അങ്ങനെ ഒരു വില്ലത്തിയാവാൻ പറ്റില്ലമ്മേ. അമ്മയുടെ ഈ ചൈതന്യമുള്ള മുഖവും ഉള്ളിലെ നന്മയുമൊന്നും അതിന് സമ്മതിക്കില്ലമ്മേ എന്നവൻ പറയെ സുജാത വീണ്ടും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട്, അരവിന്ദേട്ടന്റെ മരണമൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല മോനെ. ആ കാലിലൊരു മുള്ളു കൊള്ളണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്റെ നാവിന്ന് അറിയാതെ വന്നുപോയതാ. അതുകൊണ്ടാ എന്റെ അരവിന്ദേട്ടന് ആപത്ത് സംഭവിച്ചതെങ്കിൽ ഗംഗയെ ശപിച്ച ഈ നാവുകൊണ്ട് അവൾക്ക് വേണ്ടി ഇനി എന്നും ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അമ്മായി പറയെ ഗംഗയും അമ്മായിയോടായി. അങ്ങനെയാണെങ്കിൽ ശാപമേറ്റ ഞാൻ സുജാതമ്മായിക്ക് ശാപമോക്ഷം തരട്ടെ എന്ന് ഗംഗയും ചോദിക്കുക. അത് കേട്ട് സുജാതയും അമ്പരപ്പോടെ അവളെ നോക്കുകയാ. ഗംഗ വീണ്ടും പറയുന്നുണ്ട്, ദേ എന്നുമുള്ള പ്രാർത്ഥനയ്ക്ക് പകരം ഈ കവിളത്ത് ഒരു ഉമ്മ തന്നാ മതി എന്ന് തന്റെ കവിള് കാണിച്ചുകൊണ്ട് ഗംഗ പറയുകയാ. അത് കേട്ട് സുജാതയും സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കവിളത്തൊരു ഉമ്മ കൊടുക്കുകയാ. ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ചിരിയോടെ നോക്കി നിൽപ്പാ വിനീതും. അവനെ ചേർത്ത് പിടിച്ച് അവനും ഒരു ഉമ്മ കൊടുക്കേ അവർ രണ്ടുപേരും അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മയുടെ കവിളത്തൊരു ഉമ്മ കൊടുക്കുകയാ. സുജാതയും അവര് രണ്ടുപേരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും അവരമ്മയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അവരെ അനുഗ്രഹിച്ച് സുജാത വീണ്ടും അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാ. പിന്നീട് അവർ സുജാതയോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അവർ പോകുന്നത് നോക്കി ടെൻഷനോടെ സിറ്റ് ഔട്ടിൽ തന്നെ നിൽപ്പാ സുജാതയും. രാത്രിയാവുമ്പോൾ ഗംഗയും കാവേരിയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഗംഗയിൽ നിന്നും അമ്മയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ കാവേരിയും പറയുന്നുണ്ട്, സുജാത അമ്മായി നമ്മളെ കുറെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ട് എന്നവൾ പറയേ ഗംഗയും പറയുകയാ, എനിക്കും അങ്ങനെ തന്നെയാ. പക്ഷെ ഇവിടുന്ന് മാറണ്ടെന്ന് നിർബന്ധം പിടിക്കുന്നത് വിനീതേട്ടനാ. അത് കേട്ട് കാവേരിയും ഇവിടുന്ന് മാറുന്നതിനെ പറ്റിയൊന്നും ചിന്തിച്ചേക്കല്ലേ ഗംഗച്ചി. ഒന്നാമത് സുജാതമ്മയുടെ സ്വഭാവം മാറുന്നത് എപ്പോഴാന്ന് അറിയില്ല. രണ്ടാമത് വിനീതേട്ടൻ ഇവിടുത്തെ മരുമകനല്ലല്ലോ, മകനല്ലേ. ആളിവിടെയുള്ളത് എല്ലാവർക്കും ഒരു സഹായ എന്ന് കാവേരി പറയേ. ആ തോട്ടത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞോ എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. ഒരു സൂചന കൊടുത്തതേയുള്ളൂ, ഇപ്പോഴേ പറഞ്ഞ് ആ സസ്പെൻസ് നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു എന്ന് കാവേരിയും പറയുന്നുണ്ട്. നേരാ, ഇത്രയും വലിയൊരു വഞ്ചന അവർ പ്രതീക്ഷിക്കില്ല. തോട്ടത്തിന്റെ കാര്യം അന്വേഷിക്കാൻ ആദ്യം പോയ ദിവസം തന്നെ നമുക്കൊരു സംശയം ഉണ്ടായെങ്കിലും പിന്നീട് അത് വിട്ടുകളഞ്ഞു. ഒരുപക്ഷെ നിവിന് സംശയം തോന്നിയില്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും മുന്നിലും മിടുക്കനായി നിന്നിനെ അയാളെന്ന് ഗംഗ പറയുന്നുണ്ട്. ജയപാലൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയില്ല അമ്മയും അച്ഛമ്മയും ഒക്കെ. പക്ഷെ അയാളെ എങ്ങനെ മിടുക്കനാവാൻ വിടില്ല ഗംഗച്ചി ഞാൻ എന്ന് കാവേരി പറയേ. നീ എന്ത് ചെയ്യുമെന്നാ എന്ന് ഗംഗ. അതുകൾക്ക് ഗംഗച്ചിയും അമ്മയുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് കാവേരി ചോദിക്കുക. എന്നാ നീ പറ, എന്ത് ചെയ്യും എന്ന് ഗംഗ ചോദിക്കുക. താൻ ചെയ്യാൻ ഉറപ്പിച്ച കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന കാവേരിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അരവിന്ദനെ കബളിപ്പിച്ച് ജയപാലൻ വാങ്ങിച്ച തോട്ടത്തിന്റെ പൂജ നടക്കുന്നിടത്തേക്ക് ചെന്ന് കാവേരി ജയപാലിനെ പൊളിച്ചടുക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.